ശ്രീയിൽ മന്ത്രിസഭായോഗത്തിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടി മന്ത്രിമാരെ ചുമതലപ്പെടുത്തി സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇക്കാര്യത്തിൽ ഉപസമിതി അടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചന. സിപിഎമ്മിന്റെ സമവായ നിർദ്ദേശം അംഗീകരിക്കാനും ധാരണയായെന്നാണ് വിവരം. PM ശ്രീയുടെ പേരിൽ നടന്നുവരുന്ന സംഭവങ്ങൾ രാഷ്ട്രീയ നാടകമാണെന്നത് ശരിവെക്കുന്നതാണ് സിപിഐയുടെ പുതിയ നിലപാടും. വിവരങ്ങളുമായി വീണ MS ചേരുന്നുണ്ട്. വീണ, മറ്റ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകിയപ്പോൾ നമ്മൾ ജനം TV പ്രത്യേക വീക്ഷണത്തിലാണ് ഈ വാർത്ത നൽകിയത്. അതായത് ഇതൊരു പൊറാട്ട് നാടകം എന്ന് തന്നെയാണ് ജനം TV ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് അർത്ഥവത്താക്കുന്ന തരത്തിലല്ലേ പുതിയ തീരുമാനങ്ങളൊക്കെ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ് ജനം ടിവിയുടെ വാർത്ത, ജനം ടിവിയുടെ വീക്ഷണം കറക്റ്റ് ആയിരുന്നു, അത് ശരിയായിരുന്നു, ശരിയുടെ പക്ഷത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരും ഒപ്പം തന്നെ സർക്കാർ മുന്നണികൾ തമ്മിലുള്ള CPIയും CPMും തമ്മിലുള്ള ഈ ഒരു പോരിന്റെ വിഷയങ്ങൾ രാഷ്ട്രീയ നാടകമാണെന്നുള്ള നിലപാട് തന്നെയാണ് ജനം TV ആദ്യം മുതൽ തന്നെ മറ്റു മാധ്യമങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നേയുള്ള വാർത്തകളിലൊക്കെ നമ്മൾ ജനം TV എടുത്തു പറഞ്ഞതും അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒപ്പം തന്നെ നിലവിലെ വാർത്താ പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളിൽ നിന്ന് സർക്കാരിന്റെ മുഖം രക്ഷിക്കുക, അതിനുള്ള മനഃപൂർവ്വമുള്ള ഒരു അജണ്ടയുടെ മനഃപൂർവ്വമുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിരുന്നു ഈ വിഷയം എന്നുള്ളതാണ്. അതായത് ശബരിമല സ്വർണ്ണ കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് SIT സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന വേളയാണ്. അത് മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP അടക്കം ABVP അടക്കമുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും സെക്രട്ടേറിയറ്റ് വളയിലടക്കമുള്ള സമരങ്ങളും ഒക്കെ നടത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, സർക്കാരിനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിന് പല കോണിൽ നിന്ന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധാരണക്കാരടക്കം സർക്കാർ സ്വീകരിച്ച നിലപാടിൽ, അതായത് മൗനം തുടരുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിലടക്കം വിമർശനം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CPIയും CPIയും തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മറ്റു മാധ്യമങ്ങളടക്കം ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ പാർട്ടിയുടെ മന്ത്രിമാർക്ക് നിരവധി നിർദ്ദേശങ്ങൾ നൽകിയെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയത്? അത് മന്ത്രിസഭായോഗത്തിൽ നിർണായകമായിരിക്കില്ലേ ഇവരുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായും അശ്വതി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇന്ന് രാവിലെ CPIയുടെ അവൈലബിൾ യോഗം ചേർന്നിരുന്നു. തുടർന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പൂർത്തിയായതിനു ശേഷമാണ് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിനായിട്ട് MN സ്മാരകത്തിൽ നിന്ന് പോയത്. യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള കൃത്യമായിട്ടുള്ളൊരു തീരുമാനം കൂടിയായിട്ടുണ്ട്. ഈ ധാരണാപത്രം മരവിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് പങ്കെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് മന്ത്രി GR അനിൽ പ്രതികരണം നടത്തിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കില്ല, അത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ആദ്യ മണിക്കൂറിൽ നടത്തിയത്. തുടർന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള ധാരണയായതിനു ശേഷം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 3 മണിയോടുകൂടിയാണ് ഈ ഒരു യോഗം നടന്നിരിക്കുന്നത്. ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് തീരുമാനമായതിൻ്റെ, അതായത് ഇത് മരവിപ്പിക്കുമെന്ന് CPMന്റെ ഭാഗത്ത് നിന്ന് നിലപാട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം, അതായത് ഉപസമിതി അടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രിസഭാ യോഗം ഇപ്പോൾ ചർച്ച ചെയ്യുമെന്നാണ്. 3:30ക്കാണ് ഈ മന്ത്രിസഭാ യോഗം നടക്കുക. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരിക്കും. മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉചിതമായ തീരുമാനം എടുക്കാൻ CPI മന്ത്രിമാർക്ക് CPI ഇത്തരത്തിലുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. സമവായ നിർദ്ദേശം അംഗീകരിക്കാനായിട്ടുള്ള ധാരണയാണ് ഇപ്പോൾ കഴിഞ്ഞ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 4 മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇത്തരത്തിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ഒപ്പം തന്നെ ഈ ഒരു ഉചിതമായ നിലപാട് സ്വീകരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നില്ലെങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികളും നിബന്ധനകളും ഒക്കെ CPMന് മുന്നിൽ വച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അശ്വതി നമുക്ക് അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ മുന്നണികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ ജനം TV ആദ്യം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, ഒരു ഒത്തുകളിയുള്ള വാർത്തകൾ തന്നെയാണ് തുടർന്ന് നൽകിയിരുന്നത്. ആ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ അന്ത്യത്തിലേക്ക്, പരിസമാപ്തിയിലേക്ക് എത്തുന്ന മണിക്കൂറുകളാണ് ഇനി തുടർന്ന് അറിയേണ്ടത്. ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുള്ള സാധ്യതകൾ കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അശ്വതി. യെസ് വീണ.